നമസ്കാരം. ചില ദിവസങ്ങളിലൊക്കെ രാവിലെ നമ്മളൊന്ന് എഴുന്നേക്കാൻ താമസിച്ചാൽ വെപ്രാളം പിടിച്ചോടി അടുക്കള വന്നൊരു നിപ്പുണ്ടല്ലേ, ഇന്നിനി എന്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കും, സമയവും താമസിച്ചു പോയല്ലോ എന്ന്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാജിക് പൗഡറാണ് ഉപ്പുമാവിൻ്റെ പ്രീമിക്സ് പൗഡർ. ഈ പൗഡറിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മാത്രം മതി. വെറും 3 മിനിറ്റിനുള്ളിൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സ്വാദുള്ള ആവി പറക്കുന്ന ഉപ്പുമാവ് നമ്മുടെ ഡൈനിങ് ടേബിളിൽ എത്തും. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് കുറച്ച് സമയം കൊണ്ട് മാസങ്ങളോളം കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഈ ഉപ്പുമാവിൻ്റെ പ്രീമിക്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. അപ്പോൾ സമയം ഒട്ടും കളയണ്ട, നമുക്ക് വേഗം അടുക്കളയിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഇഞ്ചി നമുക്ക് ഗ്രേറ്റ് ചെയ്തൊന്ന് എടുക്കാവേ. ഇതാ ഇഞ്ചിയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് നല്ലപോലെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്നും വേറൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണം. കടുക് 1 ടേബിൾ സ്പൂൺ, ക്യാരറ്റ് 1/2 കപ്പ്, കറിവേപ്പില നൈസായിട്ട് അരിഞ്ഞത് ആവശ്യത്തിന്, ഉഴുന്ന് 1 ടേബിൾ സ്പൂൺ, കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി 2 ടേബിൾ സ്പൂൺ, 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, വറ്റൽമുളക് 3 എണ്ണം. ഇത്രയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി അടി കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ട് ഒന്ന് ചൂടാക്കാൻ വെക്കണം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. കടുകെല്ലാം പൊട്ടി തിരുമ്പോഴത്തേക്കും അതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള കടലപ്പരിപ്പും ഉഴുന്നും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. കടലപ്പരിപ്പും ഉഴുന്നിൻ്റെയും കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണേ. ഈ സമയം തീ ലോ ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്, അല്ലെങ്കിൽ എല്ലാം കൂടെ പെട്ടെന്ന് കരിഞ്ഞു പോവേ. ഇനി ഇതിലോട്ട് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയിട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് മാക്സിമം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണേ, എങ്കിലേ അതിലുള്ള വെള്ളം നല്ലപോലെ മാറി ഡ്രൈ ആയി കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസിലോ പാത്രത്തിലോ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഈ പൗഡർ പെട്ടെന്ന് ചീത്തയായി പോവും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഇനി ഇതൊന്ന് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ സമയം മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 2 കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണേ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് വറക്കാത്ത റവയാണ് കേട്ടോ. ഇനി വറുത്ത റവയാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതെങ്കിൽ പോലും റവ ദാ ഇതുപോലെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പെട്ടെന്ന് മൂത്ത് കിട്ടണമെന്ന് കരുതി തീ കൂട്ടി വെക്കല്ലേ. തീ ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ച് തന്നെ റവ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ചേർന്നപ്പം. ഇനി നമ്മുടെ ഉപ്പുമാവിന് കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് റവയ്ക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവേ. ഒരുപാട് ഇടണ്ട, കുറച്ച് മാത്രം ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ആ വെള്ളത്തിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം കുറച്ച് മാത്രം ഉപ്പൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ റവ നല്ലപോലെ ഒന്ന് മൂത്ത് പൊരിഞ്ഞ് വന്നിട്ടുണ്ടേ. ഒന്നിനോടൊന്നും ഒട്ടാതെ എല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ ഇതിൻ്റെ പാകം. അപ്പം നമ്മുടെ ഉപ്പുമാവ് പ്രീമിക്സ് റെഡി ആയിട്ടുണ്ടേ. ഇനി നമ്മൾ ഉടനെ ഇത് കുപ്പിയിലോട്ട് മാറ്റരുത്. ഇത് നല്ലപോലെ ഒന്ന് ചൂട് മാറി തണുത്തതിന് ശേഷം മാത്രം നമുക്കിനി കുപ്പിയിലോട്ട് മാറ്റാം. നല്ലപോലെ കഴുകി ഉണങ്ങിയ കുപ്പിയിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ ഉപ്പുമാവിൻ്റെ പ്രീമിക്സ് പൊടി മാറ്റിയെടുക്കാം. നമ്മൾ എടുക്കുന്ന ഒരു സാധനത്തിനും വെള്ളത്തിൻ്റെ അംശമില്ലാതെ നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ. ഈ പ്രീമിക്സ് പൗഡർ ഇതുപോലെ നല്ലൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരുപാട് നാൾ കേടുവരാതിരിക്കും കേട്ടോ. അപ്പോൾ ഈ പൗഡർ വെച്ച് എങ്ങനെ ഉപ്പുമാവ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് 2 മെത്തേഡിലൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ 1 കപ്പ് പ്രീമിക്സ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. നല്ലപോലെ കുഴഞ്ഞ ഉപ്പുമാവാണ് വേണ്ടെങ്കിൽ 1 കപ്പ് പ്രീമിക്സിന് 1.5 കപ്പ് ചൂടുവെള്ളം വേണം കേട്ടോ. ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ആ വെള്ളം വേണം നമ്മുടെ പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ ഒഴിക്കാൻ. ഇനി ഇതിലോട്ട് വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതൊരു പാത്രം വെച്ച് അടച്ചു വെക്കുക. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ പണി.
ഇനി ഒരു 3 മിനിറ്റ് നേരം ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞേ. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മൾ ഒഴിച്ചു വെച്ച വെള്ളം ഒന്നും കാണുന്നില്ല, എല്ലാം റവ പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉപ്പുമാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ ആവി പറക്കുന്ന ഉപ്പുമാവ്. റവ നല്ലപോലെ വെന്തൊരു മണവും ആ നെയ്യുടെ ഒരു ചെറിയൊരു മണവും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു മണം കേട്ടോ. അപ്പം ഇനി നമുക്കിതൊന്ന് സെറ്റും കൂടെ ചെയ്യാം. തേങ്ങാപ്പീര ഇഷ്ടമുള്ളവർ കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുത്ത് അതിലോട്ട് നമ്മുടെ ഉപ്പുമാവ് ചേർത്ത് നല്ലൊരു ഷേപ്പിലാക്കി എടുക്കാം. ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടില്ലേ വളരെ പെട്ടെന്ന് ഉപ്പുമാവ് റെഡിയായി. എനിക്ക് ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാൻ പഞ്ചസാര കേട്ടോ ഇഷ്ടം. പഴവും ഇഷ്ടമാണ്, പക്ഷെ പഴമില്ലാത്തതുകൊണ്ട് ഇന്ന് നമുക്ക് പഞ്ചസാര കൂട്ടി കഴിക്കാം. ഉപ്പുമാവ് കുറച്ച് കുഴഞ്ഞു കിട്ടുന്നതാണ് ഇഷ്ടമെങ്കിൽ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത് കേട്ടോ. കണ്ടില്ലേ എത്ര സോഫ്റ്റാ ഉപ്പുമാവ് നമുക്ക് കിട്ടിയേക്കുന്നതെന്ന്. ഇനി ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വേറൊരു മെത്തേഡ് കൂടെ കാണിച്ചു തരാം കേട്ടോ. നേരത്തെ പോലെ തന്നെ 1 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് ഇപ്രാവശ്യം അധികം കുഴയാത്ത ഉപ്പുമാവാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ 1 കപ്പ് പൊടിക്ക് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളം ആദ്യം നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നെയ്യ് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് വെള്ളം ഒന്ന് തിളയ്ക്കുന്നേരം വെയിറ്റ് ചെയ്യാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ വെള്ളത്തിലൊന്ന് പൊടി മിക്സ് ആക്കിയിട്ട് തീ ഓഫ് ചെയ്ത് അടച്ചു വെച്ചാൽ മതി. കഴിഞ്ഞു, പണി കഴിഞ്ഞു. ഇനി ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഏകദേശം സമയമായിട്ടുണ്ടേ. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ദാ ആവി പറക്കുന്ന നല്ല ഉപ്പുമാവ് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കിതിൽ സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ആദ്യം ഒരു കട്ട പോലെ തോന്നിയാലും നമ്മൾ ഉടയ്ക്കുന്നോറും ഉപ്പുമാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. തേങ്ങ ഇഷ്ടമുള്ളവർ ഈ സമയം കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ അധികം കുഴയാത്ത ഉപ്പുമാവാണ് വേണ്ടെങ്കിൽ 1 കപ്പ് പൊടിക്ക് അതേ കപ്പിൽ തന്നെയുള്ള 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉപ്പുമാവിൻ്റെ ഈ പ്രിമിക്സ് പൗഡർ ഉണ്ടാക്കി വെച്ചാൽ രാവിലെ ഇനി എഴുന്നേറ്റ് പച്ചക്കറി അരിയോ വറക്കോ വഴറ്റോ ഒന്നും വേണ്ട. സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ 2 രീതിയിലും നമുക്ക് ഈ പൊടി വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റിലൂടെ അതിൻ്റെ അടുത്ത് അറിയിക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പം മറ്റൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കും കേട്ടോ.